ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ്. വെൽക്കം ടു ഫോക്കസ് ട്രേഡ്. എല്ലാവരുടെയും ട്രേഡിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു? നിങ്ങൾ ഇൻസ്റ്റയിലൂടെ ട്രേഡ് ചെയ്യാറുണ്ടോ? അതല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്പ് വഴി ട്രേഡ് ചെയ്യാറുണ്ടോ? ശരിക്കും ഇങ്ങനെ നടക്കുന്നുണ്ട്. ആക്ച്വലി നമ്മൾ കുറേ ബ്രോക്കറുടെ ചതിക്കുഴികളെ കുറിച്ച് പറഞ്ഞല്ലേ, ലാസ്റ്റ് വീഡിയോസിൽ കുറേ തട്ടിപ്പുകളെ കുറിച്ച് പറഞ്ഞു, അതുപോലെ ഫണ്ടഡ് അക്കൗണ്ട്സിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. സോ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് വന്ന കുറേ മെസ്സേജസും മുമ്പ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എന്നാലും കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് തട്ടിപ്പിൻ്റെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി വെളിപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഡേറ്റിംഗ് ആപ്പ് വഴിയുള്ള തട്ടിപ്പും അതുപോലെ ഇൻസ്റ്റ വഴിയുള്ള തട്ടിപ്പും. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇൻസ്റ്റയിലൂടെ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് അല്ലേ ഫ്രണ്ട്സ് ആവും. കുറേ പേര് ഇൻസ്റ്റയിൽ നമ്മൾ അറിയാത്ത ആളുകളുമായി ഫ്രണ്ട്സ് ആവുമല്ലോ. അതുപോലെ ഡേറ്റിംഗ് ആപ്പ് വഴിയാണെങ്കിലും പുതിയ പുതിയ ഫ്രണ്ട്സിനെ നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ് ആവും. അങ്ങനെ ഫ്രണ്ട്സായി കഴിയുമ്പോൾ അവർ നോർമലി എല്ലാ കാര്യങ്ങളും സംസാരിക്കും, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. അതുപോലെ തന്നെ കൂട്ടത്തിൽ ഇപ്പോൾ 2-3 ദിവസം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യും. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ വെറുതെ അവർ ചോദിക്കും നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അതൊക്കെ പറയും. ഓക്കെ, എൻ്റെ ബ്രദർ ഇങ്ങനെ ട്രേഡിംഗ് ആണ്, അല്ലെങ്കിൽ എൻ്റെ ഒരാൾ ട്രേഡിംഗ് ആണ്, അല്ലെങ്കിൽ ഞാനിങ്ങനെയാണ്. സാധാരണ സ്വന്തമായിട്ടല്ല പറയാം, എൻ്റെ ബ്രദറാണ് ചെയ്യുന്നത്, നല്ല എമൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ പറയും. അതല്ലെങ്കിൽ അവരൊരു ഹിൻഡ് നമുക്ക് തരും. ഇപ്പോൾ ഡേറ്റിംഗ് ആപ്പിലൂടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഫോട്ടോസൊക്കെ ആ രീതിയിലായിരിക്കും ഇടുന്നത്. ഭയങ്കര നല്ല വലിയ വലിയ കാറുകളുടെ അടുത്തുള്ള പോഷ് ലൈഫ് എന്നുള്ള രീതിയിലുള്ള ഫോട്ടോസൊക്കെ ആയിരിക്കും അവർ തരുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ എന്താ എൻ്റെ ബ്രദർ അങ്ങനെയാണ്, ഞാനിങ്ങനെയായിരുന്നു, ഇന്നലെ ഞാൻ ന്യൂസ് പോയി, ഇന്നലെ ദുബായ് പോയി, ആ രീതിയിലൊക്കെ സംസാരിക്കും. അപ്പം നമ്മൾ ചോദിക്കും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അല്ലേ, നമ്മളെ കൊണ്ട് തന്നെ ഇത് ചോദിപ്പിക്കും. അതും അല്ലെങ്കിൽ അതിൻ്റെ അടുത്തൊരു തട്ടിപ്പാണ്, അവരൊരു ഫോട്ടോ ഷെയർ ചെയ്യും. ആ ഫോട്ടോയിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ അവർക്ക് വന്ന ബാങ്ക് വിഡ്രോവൽ എടുത്തതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതല്ലെങ്കിൽ ഒരു മെസ്സേജ്, ഇതൊക്കെ ആയിരിക്കും ഫോട്ടോ ആയിട്ട് ഷെയർ ചെയ്യുന്നത്. എന്നിട്ട് അപ്പോൾ തന്നെ ഒരു 2 മിനിറ്റ് നമുക്കത് നോക്കാനുള്ള സമയം തരും. എന്നിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് പറയും അയ്യോ ഞാൻ അറിയാതെ അയച്ചതാ, ആൾ മാറിപ്പോയി അയച്ചതാ, തെറ്റിപ്പോയി അയച്ചതാ എന്നൊക്കെ പറയും. എല്ലാ ഫോട്ടോസും ഷെയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം ഇതും കൂടിയും വന്ന് ചിലപ്പോൾ അവരുടെയൊക്കെ ഫോട്ടോസ് അയച്ചു തരും, അതിൻ്റെ ഒപ്പം ഇതും കൂടിയും ഇടും. സോ നമ്മൾ അപ്പോൾ ചോദിക്കുന്നത് എന്താ ഇത്രയും, നമ്മൾ വിചാരിക്കല്ലോ ഇത്രയും എന്താ വലിയൊരു എമൗണ്ട്, ചിലർ ചോദിക്കും. ഇനി ചോദിച്ചില്ലെങ്കിൽ അവരത് ചോദിപ്പിക്കുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് പറയാം, അയ്യോ അതെൻ്റെ വിഡ്രോവൽ ആയിരുന്നു, എനിക്ക് ഇങ്ങനെയാണെങ്കിൽ ബ്രദർ അയച്ചു തന്നതായിരുന്നു, ബ്രദറിന് ഇങ്ങനെയാണ് ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ അവരിങ്ങനെ തട്ടിവിടും. അപ്പോൾ നമ്മളിത് എന്താ കാര്യം ചോദിക്കും, ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, ഒരു ബ്രോക്കർ ഉണ്ട്, ഫോറക്സ് ട്രേഡിംഗ് ആണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രേഡിംഗ് ആണ്, അതിലിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മളൊന്നും അറിയണ്ട, അവർ വിളിച്ച് പറഞ്ഞു തരും, അല്ലെങ്കിൽ അവർ തന്നെ ട്രേഡ് ചെയ്ത് തരും, അല്ലെങ്കിൽ റോബോട്ടിനെ വെച്ചിട്ട് അവർ ട്രേഡ് ചെയ്ത് തരും. സോ നമുക്ക് മാസം ഇത്ര ഒരു എമൗണ്ട് എടുക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളെ വിശ്വസിപ്പിക്കും. സോ ഇതിനോടകം തന്നെ നമ്മൾ അവരായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് വന്നിട്ടുണ്ടാവും. കാരണം അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ടാവും, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടാവും. സോ ഇതിനു വേണ്ടി ആക്ച്വലി ജോലിക്ക് ആളുകളെ വെക്കുന്നത് പോലെ തന്നെ കുറച്ച് കുട്ടികളെ, പെൺകുട്ടികളെ ആയാലും ആൺകുട്ടികളെ ആയാലും കുറച്ച് പേരെ സെലക്ട് ചെയ്യുന്നു. അവരുടെ ജോലിയാണത്. അതായത് ഡേറ്റിംഗ് ആപ്പിൽ പോയി രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരുമായി സംസാരിക്കുക, എന്നിട്ട് ഇവർക്കിത് ആളെ പിടിക്കുക എന്നുള്ളത് അവരുടെ ജോലിയാണ്. സോ അങ്ങനെ കുറച്ച് പേരെ ജോലിക്ക് വെച്ചതാണ് ആക്ച്വലി ഇത്. അവരാണ് നമ്മളോട് വന്നിങ്ങനെ ചാറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമുക്ക് നല്ല വിശ്വാസം വന്ന് നല്ല ഉറപ്പ് വരുമ്പോൾ നമ്മളും ഇതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ, വേണമെങ്കിൽ ഞാൻ എൻ്റെ ബ്രദറിനോട് പറയാമെന്ന് പറയുന്നു. സോ നോർമലി എല്ലാവർക്കും ഇപ്പോൾ ട്രേഡിംഗ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമായി മാറിയിട്ടുണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യും, ഓക്കെ എന്നാൽ നമുക്ക് നോക്കാമെന്ന് പറയും, ചെറിയൊരു എമൗണ്ട് ഇടും. അപ്പോൾ അവർ ആദ്യം വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയും, ചിലപ്പോൾ ചെറിയ എമൗണ്ട് പ്രോഫിറ്റൊക്കെ ആക്കി തരും. ഇനി എമൗണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ പറയും നമ്മൾ കൊടുക്കാം, നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാം, കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യാം, നിങ്ങൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, ഞാൻ ചെയ്തോളാം, എൻ്റെ കയ്യിൽ ചെറിയ എമൗണ്ട് ഉണ്ട്, നിങ്ങൾ തന്നതാന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറയും. എന്നിട്ട് നമ്മുടെ പേരിൽ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യും, നമുക്ക് അവർ തന്നെ പൈസ അയച്ചു തരും. അപ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ആൾക്കാരല്ലേ, എന്ത് നല്ല ആൾക്കാർ. അങ്ങനെ ചെയ്ത് 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 അവർ നമ്മൾ പൈസ ഇല്ല പറയുമ്പോൾ അവർ പറയും ഞാൻ 1 ലക്ഷം ഇടാം, കുഴപ്പമില്ല, 5 ലക്ഷം നമ്മുടെ ഭാഗത്തു നിന്ന് ഇടാം, 10 ലക്ഷവും നമ്മുടെ ഭാഗത്തു നിന്ന് ഇടാന്നൊക്കെ വേണ്ടി പറയും. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങും, അല്ലെങ്കിൽ അവരിടാന്ന് പറഞ്ഞിട്ട് ഇടും. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി കുറേ കഴിയുമ്പോൾ പറയും അയ്യോ ലോസ് ആയി പോയിന്ന് പറയും, അല്ലെങ്കിൽ വലിയൊരു പ്രോഫിറ്റ് ജനറേറ്റ് ആയിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ടാക്സ് ഒക്കെ പേ ചെയ്യണം എന്ന് പറയും. ഇനി അവരുടെ കയ്യിൽ നിന്നാണ് പൈസ ഇട്ടതെങ്കിൽ അപ്പോഴും അവർ പറയും വലിയൊരു പ്രോഫിറ്റ് ജനറേറ്റ് ആയിട്ടുണ്ട്, ഈ പ്രോഫിറ്റ് എല്ലാം നിങ്ങൾക്ക് എടുക്കാം, പക്ഷേ ഇതിൻ്റെ 20% ആണ് ടാക്സ്, അല്ലെങ്കിൽ 30% ആണ് ടാക്സ്,
പിന്നെ ഇതിൻ്റെ ഒരു ചാർജസും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു 5 ലക്ഷം 10 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷമൊക്കെ നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരണം. അങ്ങനെയാണെങ്കിൽ അത് അയച്ചു കഴിഞ്ഞ ശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ കയറിയിട്ട് നിങ്ങൾക്ക് 50 ലാക്ക് വിഡ്രോവൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അത് വരും എന്ന് പറയും. അതായത് നിങ്ങളുടെ ബ്രോക്കറിൽ കയറിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാമെന്ന് പറയും. അപ്പോൾ കുറേ പേര് ഇത് വിശ്വസിച്ചിട്ട് അവർക്ക് 5 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം എത്രയാച്ചാൽ ഈ ഒരു കിട്ടിയ എമൗണ്ടിൻ്റെ ഇത്ര പെർസെൻറ്റേജ് അവർക്ക് അയച്ചു കൊടുക്കും. ടാക്സ് പേ ചെയ്യാനാണ്, അല്ലെങ്കിൽ അവരുടെ ചാർജസ് ഉണ്ട്, ഞങ്ങളുടെ കയ്യിൽ നിന്നല്ലേ പൈസ എടുത്തത് അതിൻ്റെ ചാർജസ് ഉണ്ട് എന്നൊക്കെ രീതിയിൽ അവർക്ക് അയച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഈ പ്രോഫിറ്റിൻ്റെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ടു, ഈ പ്രോഫിറ്റിൻ്റെ 50-50 ആണ്, 50 ഞങ്ങൾക്കും 50 നിങ്ങൾക്കുമാണ്. നിങ്ങളുടെ പേരിൽ അക്കൗണ്ട് ആയതുകൊണ്ട് നിങ്ങൾ ആദ്യം 50 നമുക്ക് അയച്ചു തരണം, എന്നിട്ട് ഫുൾ എമൗണ്ട് നിങ്ങൾ വിഡ്രോ ചെയ്തെടുത്തോ എന്ന് പറയും. അപ്പോൾ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവരുടെ പൈസ അവർ വാങ്ങും. നമ്മൾ വിഡ്രോ ചെയ്യാൻ നേരത്തെ അങ്ങനത്തെ ഒരു ബ്രോക്കർ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു സൈറ്റ് ഉണ്ടാവില്ല. ഇനി അവിടെ വിഡ്രോ കൊടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരില്ല, ചുമ്മാ നോക്കിയിരിക്കലേ ഉണ്ടാവുള്ളൂ. സോ ഇത് തട്ടിപ്പിൻ്റെ ഒരു വശം തന്നെയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ ബ്രോക്കറിൻ്റെ പറ്റിക്കൽ, അവർ വിളിച്ച് സംസാരിച്ച് പറ്റിക്കുന്നതിൻ്റെ വേറൊരു വശം തന്നെയാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തട്ടിപ്പ് നടത്തുന്നവർ നമ്മളുമായി നല്ല റിലേഷൻഷിപ്പൊക്കെ വെച്ച്, അതായത് നമുക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്ത്, പ്രത്യേകിച്ച് ഇപ്പോൾ അത് ഡേറ്റിംഗ് ആപ്പിലൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഡേറ്റിംഗ് ആപ്പ് വഴി വരെ അവരിങ്ങനെ തട്ടിപ്പ് നടത്താം. അപ്പോൾ ആരും സംശയിക്കില്ല, കാരണം അതിലൂടെ വന്നിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് ആരും സംശയിക്കില്ല. സോ എപ്പോഴും നിങ്ങൾ ട്രേഡിങ്, അല്ലെങ്കിൽ ട്രേഡിംഗ് എന്നല്ല, നിങ്ങളെ മണി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യം ചെയ്യുമ്പോഴും വേറൊരാൾ, ഇനിയിപ്പോൾ എത്ര നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആയെന്ന് പറഞ്ഞാലും നിങ്ങൾ തമ്മിൽ അങ്ങനെ അത്രയും ഒരു നേരിട്ട് പരിചയമില്ല. ഇനി നേരിട്ട് പരിചയം ഉണ്ടെങ്കിൽ പോലും ഇനി പറയാൻ പറ്റില്ല, നെക്സ്റ്റ് സ്റ്റെപ്പ് അതാവും, നേരിട്ട് വന്ന് നമ്മളുമായി പരിചയപ്പെട്ടിട്ട് കൊണ്ടുപോകും. അങ്ങനത്തെയും ചെറിയ ചെറിയ ഇൻസിഡൻസ് ഒക്കെ ഉണ്ട്, ചെറുതായിട്ടൊക്കെ ഉണ്ട്, നേരിട്ട് വന്ന് പരിചയപ്പെട്ടിട്ടൊക്കെ കൊണ്ടുപോകുന്നതും ഉണ്ട്. അതായത് ട്രേഡിങ്ങിലേക്ക് എന്ന് പറഞ്ഞ് എടുക്കാൻ കാരണം ട്രേഡിംഗ് ഒരു ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റാണ്. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പോയി കാണണം. സോ അവിടെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് റൂൾസും റെഗുലേഷൻസും ഇല്ല. അതായത് ഫുൾ വേൾഡ് നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു രാജ്യം അതിനെ പ്രത്യേകിച്ച് കൺട്രോൾ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് പോയിട്ട് പരാതി കൊടുത്താൽ കേസൊക്കെ ഒരുപാട് നീണ്ടുപോകും. അതുകൊണ്ട് തന്നെ ആണ് ഈ പേരും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ബ്രോക്കറിനെ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെയാണ് ഇവർ പൈസ എടുക്കുന്നതും വാങ്ങുന്നത്, അല്ലാണ്ട് നേരിട്ട് ഫിസിക്കലായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടല്ല. അപ്പോൾ ഒരു അക്കൗണ്ട് വഴിയൊക്കെ എടുത്തിട്ട് അങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിലൂടെ ഇങ്ങനെ തട്ടിപ്പുകൾ നടത്തുന്നത്. പിന്നെ ട്രേഡിങ്ങിലൂടെ ഇട്ടിട്ട് പോയി എന്ന് പറയാനും പലർക്കും പുറത്ത് പറയാനും മടിയാണ്. അങ്ങനെ ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ട്രേഡിങ്ങിലൂടെ ഇട്ട് പോയി, പിന്നെ ഇങ്ങനെ ഇൻസ്റ്റ അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്പ് വഴി കിട്ടിയ ഫ്രണ്ട്സിലൂടെയാണ് പോയതെന്നൊന്നും പുറത്ത് പറയാൻ പറ്റാത്ത ആളുകളുണ്ട്. സോ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ പറയാറുണ്ട്, ഒരു വട്ടം പറ്റിപ്പോയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇതിന് പ്രത്യേകിച്ച് ഇതിന് പിന്നാലെ കേസോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടും വലിയ കാര്യമില്ല. പിന്നെ അവർ പറയുക ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്, നഷ്ടപ്പെട്ടു പോയതാണെന്നുള്ള രീതിയിലാണ് പറയുക. സോ ആകെ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായി പഠിച്ച് ചെയ്യുക. ഒരിക്കലും നമ്മുടെ പൈസ മറ്റുള്ളവരെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കാതിരിക്കുക. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം നോക്കുക. സോ തട്ടിപ്പുകൾ ഇങ്ങനെ ഒരുപാട് നടക്കും. നമുക്ക് ഓരോരുത്തരും ഇനിയിപ്പോൾ ഇത് വരുമ്പോൾ നെക്സ്റ്റ് കാര്യങ്ങളെ കുറിച്ചിട്ട് ചെയ്യും. അപ്പോൾ മാക്സിമം നമ്മൾ പറയുന്നുണ്ട്, പുതുതായി വരുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്രോക്കറെയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രം സെലക്ട് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് കയറി നോക്കാം. 7 years ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. കറക്റ്റായിട്ട് വിഡ്രോവലും ഡെപ്പോസിറ്റും ഒക്കെ നടക്കുന്ന ബ്രോക്കറാണ്. സോ എപ്പോഴും ശ്രദ്ധിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുക. നല്ല പോലെ സേഫായിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ഐ എം ഡോക്ടർ ശരണ്യ രജീഷ്. ബൈ ബൈ.